12-02 മീനം രാശി നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. കൊല്ലവർഷം 12-02 മീനം രാശിക്കാർക്ക് പൊതുവെ വലിയ നേട്ടങ്ങളും ഔദ്യോഗിക പുരോഗതിയും സമ്മാനിക്കുന്ന വർഷമാണ്. സന്താനങ്ങളുടെ ഉന്നമനവും അവരുടെ നേട്ടങ്ങൾ വഴിയുള്ള സാമ്പത്തിക വളർച്ചയും കുടുംബത്തിന് വലിയ അഭിമാനവും ഐശ്വര്യവും കൊണ്ടുവരും. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെയും ഉന്നത അധികാരികളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നത് കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയവും ഉയർന്ന പദവികളും കൈവരിക്കാൻ സാധിക്കും. എങ്കിലും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2027 ജൂൺ വരെ ജന്മരാശിയിൽ 7.5 ശനിയുടെ മധ്യഘട്ടമായ ജന്മശനി തുടരുന്നതിനാൽ മാനസിക പിരിമുറുക്കങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും അതീവ ജാഗ്രത അനിവാര്യമാണ്. തുടർന്ന് ശനി 2ലേക്ക് മാറുന്നതോടെ 7.5 ശനിയുടെ അവസാന പാദത്തിലേക്ക് കടക്കുമെന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിലും സംസാരത്തിലും അതീവ വിവേകം പുലർത്തണം. കൃത്യമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ടു പോയാൽ 5ലെ ഉച്ചവ്യാഴത്തിന്റെ പൂർണ്ണ അനുഗ്രഹം പ്രയോജനപ്പെടുത്തി തൊഴിൽ വിജയവും സാമ്പത്തിക ഭദ്രതയും കൈവരിക്കാൻ സാധിക്കും. ഗ്രഹസ്ഥിതി രാജ്യാധിപനായ വ്യാഴം തുടക്കത്തിൽ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുകയും തുടർന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ജന്മജാതകത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് സന്താന ഭാഗ്യം, സന്താനങ്ങളിലൂടെയുള്ള സാമ്പത്തിക നേട്ടം, മത്സര പരീക്ഷകളിലെല്ലാം സർക്കാർ ജോലി പ്രവേശനത്തിലും ഉന്നത വിജയം എന്നിവ ലഭിക്കും. ചിങ്ങത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ബുദ്ധിസമർത്ഥ്യം കൊണ്ട് തൊഴിൽപരമായ എതിർപ്പുകളെ പരാജയപ്പെടുത്താൻ സാധിക്കും. എന്നാൽ വ്യാഴത്തിന്റെ സ്ഥാനബലം കുറഞ്ഞവർ 6ാം ഭാവത്തിലേക്ക് സഞ്ചാരവേളയിൽ പുതിയ കടബാധ്യതകൾ വരുത്തിവെക്കാതെയും സാമ്പത്തിക അച്ചടക്കം പാലിച്ചും മുന്നോട്ടു പോകണം. ശനി വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ജന്മരാശിയായ മീനത്തിൽ തുടരുകയും 2017 ജൂൺ 2ാം ഭാവമായ മേടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി നേടി ഉന്നത പദവികൾ നിലനിർത്താനും 2ലേക്ക് ശനി മാറുമ്പോൾ സാമ്പത്തികമായി നിലയുറപ്പിക്കാനും സാധിക്കും. എന്നാൽ ശനി പ്രതികൂലമായി നിൽക്കുന്നവർക്ക് മാനസിക പിരിമുറുക്കവും അലസതയും കുടുംബത്തിൽ അസ്വസ്ഥതകളും വരാനിടയുള്ളതിനാൽ തികഞ്ഞ ക്ഷമയും ഉചിതമായ പരിഹാരങ്ങളും ആവശ്യമാണ്. രാഹുവും കേതുവും യഥാക്രമം 12 ഭാവങ്ങളിലും തുടർന്ന് 15 ഭാവങ്ങളിലേക്കും മാറുന്നു. തുടക്കത്തിൽ ശത്രുദോഷങ്ങളെ അതിജീവിക്കാൻ കരുത്ത് ലഭിക്കുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കണം. അടുത്ത മാറ്റത്തോടെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളും സുഹൃത്തുക്കളുടെയും പിന്തുണയും വന്നുചേരും. പൊതുഫലങ്ങൾ 5ലെ വ്യാഴ സ്വാധീനവും സഹപ്രവർത്തകരുടെ പിന്തുണയും വഴി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും കരിയറിൽ മികച്ച നേട്ടവും പുതിയ പദവികളും സ്വന്തമാക്കാനാകും. പുതിയ സംരംഭങ്ങൾ വ്യാപിപ്പിക്കാൻ മികച്ച അവസരങ്ങൾ ഒത്തുവരുമെങ്കിലും വലിയ നിക്ഷേപങ്ങളിൽ പണമിടപാട് രേഖകൾ ഒഴിവാക്കി പരിശോധന, ഉന്നത പഠനത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ അന്തരീക്ഷവും മികച്ച പരീക്ഷാ വിജയവും നേടാം. സന്താനങ്ങളുടെ നേട്ടങ്ങൾ വഴി പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെയും ധനാഗമം ഉണ്ടാകും. എങ്കിലും 7.5 ശനിയുടെ പശ്ചാത്തലത്തിൽ കടം കൊടുക്കൽ, വാങ്ങലുകൾ നിയന്ത്രിച്ചില്ല എങ്കിൽ അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം. ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും നിലനിൽക്കും. സന്താനങ്ങളുടെ ഉന്നമനം കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും. എങ്കിലും സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢത നൽകും. സമൂഹത്തിൽ മാന്യമായ പദവികളും ആദരവും നേടിയെടുക്കാനാകും. ജന്മശനി മാറി 2ലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമായതിനാൽ ശാരീരിക ക്ഷീണവും ഉദരവാദ സംബന്ധമായ അസ്വസ്ഥതകളും അവഗണിക്കാതെ കൃത്യമായ വിശ്രമവും വ്യായാമവും ശീലമാക്കുക. ഔദ്യോഗികവും ഉപരിപഠനവുമായ യാത്രകൾ സഫലമാകും. വസ്തു വാഹന ക്രയ വിക്രയങ്ങളിൽ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. ദിനവും ധ്യാനത്തിലൂടെ മനസ്സിൽ ആന്തരിക കരുത്ത് നിലനിർത്താനാകും. മാസാടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ: ചിങ്ങം മത്സര പരീക്ഷകളിൽ അത്യുജ്വല വിജയവും കോടതി തൊഴിൽ തർക്കങ്ങളിൽ അനുകൂല ഫലവും നേടാനാകും. കന്നി കുടുംബ കച്ചവടങ്ങളിൽ സുതാര്യത പുലർത്താം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും കാത്തു സൂക്ഷിക്കുക. തുലാം രാശി ഇടപാടുകളിലും ഭക്ഷണശീലങ്ങളും അതീവ കാര്യത്തിൽ വേണം. രേഖകളിൽ കൃത്യത പാലിക്കുക. വൃശ്ചികം മാനസിക സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും. ദീർഘദൂര യാത്രകൾക്കും മുതിർന്നവരുടെ മാർഗദർശനത്തിനും വഴിയൊരുങ്ങും. ധനു സർക്കാർ മേഖലയിൽ നിന്നുള്ള അംഗീകാരങ്ങളും പുതിയ പ്രോജക്ടുകളുടെ നേതൃസ്ഥാനത്തും തേടിയെത്തും. മകരം നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത ആദായവും പുതിയ സ്വാധീനമുള്ള സൗഹൃദങ്ങളും ലഭിക്കും. കുംഭം ബില്ലുകളും നികുതികളും യഥാസമയം അടച്ചു തീർക്കണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക.
മീനം, അനാവശ്യ ഉത്കണ്ഠകളും ക്ഷീണവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. മേലധികാരികളോട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. മേടം, കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാകും. സംസാരത്തിൽ പക്വത പുലർത്തുന്നത് ഗുണം ചെയ്യും. ഇടവം, പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനാകും. മാധ്യമ ആശയവിനിമയ രംഗത്തുള്ളവർക്ക് അംഗീകാരവും ലഭിക്കും. മിഥുനം, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകും. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. കർക്കിടകം, സർഗാത്മക കഴിവുകളും പ്രകാശിപ്പിക്കാനാകും. സന്താനങ്ങളുടെ പഠനകാല നേട്ടങ്ങൾ അഭിമാനം സമ്മാനിക്കും. പ്രത്യേക ഗ്രഹ മാറ്റങ്ങൾ. മേടവിഷു സംക്രമ ഫലം, കുടുംബത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾ മാറാനും ധനാഗമ മാർഗങ്ങൾ കൂടുതൽ സുരക്ഷിതനാകാനും സാമ്പത്തിക കാര്യങ്ങളിൽ ദിശാബോധം കൈവരിക്കാനും ഈ സംക്രമം സഹായിക്കും. വ്യാഴമാറ്റം, തുടക്കം മുതൽ 2026 ഒക്ടോബർ 31 വരെ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളുടെ അഭിവൃദ്ധി, മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം, പുതിയ നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക വളർച്ച എന്നിവ ഉറപ്പാകും. വ്യാഴമാറ്റം 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി വരെ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ തൊഴിൽപരമായ എതിർപ്പുകളെ ബുദ്ധിപൂർവ്വം നേരിടണം. സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുക. വ്യാഴത്തിന്റെ വക്രസഞ്ചാരം 2027 ജനുവരി മുതൽ 2027 ജൂൺ 26 വരെ കർക്കിടകത്തിലേക്ക് തിരികെ നിൽക്കുന്നതിനാൽ തടസ്സപ്പെട്ട പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ വിജയകരമായി പുനരാരംഭിക്കാം. വ്യാഴം നേർഗതിയിൽ 2027 ജൂൺ 26 മുതൽ 2027 നവംബർ 26 വരെ വീണ്ടും ചിങ്ങത്തിൽ സ്ഥിരപ്പെടുന്നതോടെ കഠിനാധ്വാനത്തിലൂടെ തൊഴിൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും. രാഹു കേതു പ്രഭാവം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ദോഷങ്ങൾ കുറയ്ക്കാൻ കരുത്തു നൽകുമ്പോൾ അടുത്ത മാറ്റത്തോടെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളും ആത്മീയ ചിന്തകളും സമ്മാനിക്കും. ശനി സഞ്ചാരവും രാശിമാറ്റവും 2027 ജൂൺ വരെ മീനം രാശിയിൽ തുടരുന്നതിനാൽ ആരോഗ്യത്തിലും ദിനചര്യകളിലും ശ്രദ്ധ വേണം. തുടർന്ന് മേടത്തിലേക്ക് മാറുന്നതോടെ തൊഴിൽ ഭാരം കുറയുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും സംസാരത്തിലും ജാഗ്രത തുടരണം. ശനി മൗഢ്യം. മീനത്തിൽ ശനിക്ക് മൗഢ്യം വരുന്ന വേളയിൽ അനാവശ്യ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സൂര്യന്റെ നീചസ്ഥിതി തുലാം മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിലും യാത്രാവേളകളിലും അതീവ ശ്രദ്ധ പുലർത്തുക. ശ്രദ്ധിക്കേണ്ടവ: 5ാം ഭാവത്തിലെ ഉച്ചവ്യാഴത്തിന്റെ പിൻബലത്തിൽ തൊഴിൽ മാറ്റങ്ങൾക്കും മത്സര പരീക്ഷകൾക്കും മുൻഗണന നൽകുകയും ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുക. 6ലെ വ്യാഴ സഞ്ചാരത്തിലും 12ലെ രാഹു സ്ഥിതിയിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. 7ര ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ വാത ഉദര അസ്വസ്ഥതകൾ യഥാസമയം ചികിത്സിക്കുകയും ചിട്ടയായ ഭക്ഷണക്രമം പാലിക്കുകയും ചെയ്യുക. മാനസിക സമ്മർദ്ദങ്ങളിൽ പതറാതെ ദിനവും അല്പനേരം ധ്യാനവും ആത്മപരിശോധനയും നടത്തി ആന്തരിക കരുത്ത് നിലനിർത്തുക. കൊല്ലവർഷം 1202 മീനം രാശിക്കാർക്ക് ഔദ്യോഗിക നേട്ടങ്ങൾ സ്വന്തമാക്കാനും സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലൂടെ കുടുംബത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുവാനും സാധിക്കുന്ന വർഷമാണ്. 7ര ശനിയുടെ വെല്ലുവിളികളെ കൃത്യമായി ജീവിത ശൈലിയിലൂടെയും ഉചിതമായ ഗ്രഹദോഷ പരിഹാരങ്ങളിലൂടെയും നേരിട്ട് വ്യാഴത്തിന്റെ അനുഗ്രഹീത മാറ്റങ്ങളെ ശരിയായ ദിശയിൽ വിനിയോഗിച്ചാൽ തൊഴിൽ സാമ്പത്തിക രംഗങ്ങളിൽ ഉന്നതമായ വളർച്ചയും സുരക്ഷിതത്വവും കൈവരിക്കാൻ മീനം രാശിക്കാർക്ക് ഈ വർഷം സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212